അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹഖ് ബശീറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജൻ മുനീറ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم صدق الله العلي العظيم الله سبحانه وتعالى വിധിവിലക്കുകൾ യഥാവിധം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെ ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ പുണ്യം കരസ്ഥമാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും അല്ലാഹു ചേർത്തിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തക്ബീറുകൾ മുഴക്കിയത്. ഒരു വിജയഭേരിയാണ് തക്ബീർ. ഈ സന്തോഷ സുദിനത്തിൽ, ഈ ആഹ്ലാദത്തിൽ, അല്ലാഹുവിൻ്റെ മുന്നിൽ നമ്മൾ സംതൃപ്തി അടഞ്ഞ ഈ ആഹ്ലാദത്തിൽ നമ്മൾ ഈ ആഘോഷിക്കുന്ന ഈദുൽ ഫിത്തർ, ഈ ഈദുൽ ഫിത്തറിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന രണ്ട് ആഘോഷങ്ങളാണ് നമ്മൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന് ഈദുൽ ഫിത്തറാണ്. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് അവസാനിച്ചാൽ തുടങ്ങുന്ന ആഘോഷമാണ് ഈദുൽ ഫിത്തർ. ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇസ്ലാമിൻ്റെ ഈ രണ്ട് ആഘോഷത്തിലും ത്യാഗനിർഭരമായ കാര്യങ്ങൾക്ക് ശേഷമാണ് ഈ ആഘോഷം നിർവഹിക്കുന്നത്. ആത്മാവിനെ സ്ഫുടം ചെയ്തതിന് ശേഷമാണ്, ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിന് ശേഷമാണ്, അതൊരു വിജയമായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പല പെരുന്നാളുകളിലും, കഴിഞ്ഞ പെരുന്നാളിൽ സംബന്ധിച്ച പല ആളുകളും നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. ഈ ഈദ് മുസല്ലയിൽ സംബന്ധിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രയാസങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈദ് മുസല്ലയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒട്ടനവധി മുസ്ലിം ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈദ് ആഘോഷിക്കുവാൻ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സംഗതിയാണ് ഈദ് മുസല്ലയിൽ വന്നിരിക്കുക എന്നുള്ളത്. അത് അള്ളാഹു നമുക്ക് ഇങ്ങനെയുള്ള ജീവിക്കുവാനുള്ള, ഇങ്ങനെ വന്നിരിക്കുവാനുള്ള ഒരു അവസരം തന്നതിൽ അള്ളാഹുവിനോട് നമ്മളെപ്പോഴും കടപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ അള്ളാഹുവുമായുള്ള ഏറ്റവും വലിയ അടുപ്പം സിദ്ധിച്ചതിൻ്റെ ഫലമായി അള്ളാഹു പ്രത്യേകമായി ആവശ്യപ്പെട്ട ഒരു സംഗതിയാണ് ഒരു മാസക്കാലം അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. റമദാനിൻ്റെ ഈ അതിൻ്റെ എല്ലാ ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിന് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അത് പൂർത്തീകരിക്കുവാൻ ഒരു മാസക്കാലം അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചതിനു ശേഷം അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിനോ കൃത്യമായ നന്ദി പ്രകടനം നടത്തിയതിനു ശേഷം ആ വലിതുക്കുമിലുൽ ഇദ്ദ എന്ന് പറയാൻ നിങ്ങൾ ഈ എണ്ണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലിതുക്കബ്ബിറുല്ലാഹ് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ തക്ബീർ ചൊല്ലുക. അലാ മാ ഹദാക്കും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു കാര്യം തന്നതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ തക്ബീർ ചൊല്ലേണ്ടത്. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയ ഹിദായത്താണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റി അതിന്റെ ഫലമായി നമ്മൾ അതിന്റെ നന്ദി പ്രകടനവും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തക്ബീർ മുഴക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് ഈദുൽ ഫിത്ർ നമുക്ക് ആഘോഷിക്കാൻ വകയുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരു മാസത്തെ നോമ്പ് വിജയകരമായി പൂർത്തീകരിച്ചു എന്നുള്ളതിന്റെ ഫലമായി ഇതിലൂടെ നമുക്ക് ആത്മീയമായ ശക്തി കൊണ്ട് നാം പലതും നേടിയെടുത്തു. അതുപോലെ തന്നെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു. സദഖ കൊണ്ട് പിശുക്കിനെ നമ്മൾ നിയന്ത്രിച്ചു. ലാളിത്യം കൊണ്ട് ധൂർത്തിനെ നമുക്ക് അതിജയിക്കാൻ സാധിച്ചു. അങ്ങനെ പിശാചിനോടുള്ള ഒരു മാസക്കാലത്തെ വിജയകാഹളമാണ് നമ്മൾ ഈ മുസല്ലയിൽ ഇരുന്ന് തക്ബീറുകൾ ചൊല്ലിയത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ വരാനിരിക്കുന്ന 11 മാസക്കാലത്തേക്ക് നമ്മുടെ ദിശ നിർണയിക്കുന്ന തരത്തിലേക്കാണ് നമ്മൾ ഈ പരിശുദ്ധ റമദാനിനെ പൂർത്തീകരിച്ചത്. അതുകൊണ്ട് നോമ്പിൽ ആർജിച്ച ആത്മവീര്യം വരും നാളുകളിൽ നമുക്ക് പൈശാചിക വൃത്തികളിൽ നിന്ന് വേറിട്ട് നിൽക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ പാത പിന്തുടരരുത്. വമയ്യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ആരെങ്കിലും പിശാചിന്റെ പാത പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മ്ലേച്ഛമായ കാര്യങ്ങളും തിന്മയുമാണ് പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ, വറഹ്മതുഹു, അല്ലാഹുവിന്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, മാ സകാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങൾ ഒരാൾക്കും വിശുദ്ധി നേടാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് വിശുദ്ധി നേടുവാൻ നമുക്ക് ഈ പരിശുദ്ധ റമദാനിൽ സാധിച്ചത് പിശാചിനോടുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് പിശാചിനെ അതിജയിച്ച ഒരു തക്ബീറാണ് ഈ മുസല്ലയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചൊല്ലുവാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യമായിരുന്നു ഈ വിശുദ്ധിയുടെ കഴിഞ്ഞ നാളുകൾ. റമദാനെ നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ അത് പരിശീലിപ്പിച്ച സൽക്കർമ്മങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നാം പരാജിതരാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നോമ്പ് നൽകിയ നേട്ടങ്ങൾ വളരെ വലുതാണ്. ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ദേഹത്തേക്കാൾ പ്രധാനം ദേഹിയാണ്, ആത്മാവാണ് എന്ന് നമ്മൾ പഠിച്ചു. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരെങ്കിലും തന്റെ ആത്മാവിനെ സംസ്കരിച്ചുവോ അവൻ വിജയിച്ചു. നമ്മൾ വലിയൊരു നേട്ടമാണ് നേടിയെടുത്തുള്ളത്. നമ്മൾ ആത്മാവിനെ സംസ്കരിച്ചു നേടിയ ഒരു വിജയമാണ്. മറ്റൊന്ന്, സൃഷ്ടികളെക്കാൾ പ്രധാനം സൃഷ്ടാവാണെന്ന് നമ്മൾ ശീലിച്ചു. നമ്മുടെ ശരീരത്തെ മറന്നുകൊണ്ട്, നമ്മുടെ വിശപ്പിനെ മറന്നുകൊണ്ട്, നമ്മുടെ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ ആത്മാവ് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. റബ്ബിന്റെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചു. സിബ്ഗത്തല്ലാഹ്, അല്ലാഹുവിന്റെ വർണ്ണം സ്വീകരിച്ചവരാണ്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, ഏറ്റവും വലിയൊരു വർണ്ണമാണ് നമ്മൾ സ്വീകരിച്ചു ഇരിക്കുന്നത്. അല്ലാഹുവിനെ സൃഷ്ടികളെക്കാൾ പ്രധാനം സൃഷ്ടാവാണെന്ന് നമ്മൾ ശീലിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ഇഹലോകത്തേക്കാൾ പ്രധാനം പരലോകമാണ് നമ്മൾ ശീലിച്ചു കഴിഞ്ഞു. വലൽ ആഖിറതു ഖൈറും വ അബ്ഖ എന്ന് നമ്മൾ ശീലിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ തന്നേക്കാൾ പ്രധാനം മറ്റുള്ളവരാണ് എന്ന് നമ്മൾ ശീലിച്ചു കഴിഞ്ഞു. നമ്മൾ സദഖ കൊണ്ട്, ദാനം കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വലിയ ഒരു മഹത്തായ വ്യക്തിത്വത്തിന് ഉടമയാകണം. വയതുഅമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ എന്ന് ചരിത്രത്തിൽ നമുക്ക് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ഭക്ഷണത്തളികയിൽ ഭക്ഷണം ഒരുപാട് കാലം ആഗ്രഹിച്ചുകൊണ്ട് ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അതിയായ മോഹമുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിന് നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. അപ്പോൾ
ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, താങ്കളിൽ വരുന്ന ചില്ലിക്കാശ് ഞാൻ ശേഖരിച്ചു വെക്കാം, അതിനുള്ളൊരു അനുവാദം തരികയാണെങ്കിൽ ഞാനത് ചെയ്യാം, എന്നിട്ട് നമുക്ക് നല്ലൊരു ഭക്ഷണം ഒരു നാൾ കഴിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ആവശ്യം അലി റളിയല്ലാഹു അൻഹു അംഗീകരിക്കുകയാണ്. ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഈ ചില്ലിക്കാശ് ശേഖരിച്ചു വെച്ചപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥയെത്തി. ഈ അവസ്ഥ എത്തിയപ്പോൾ അവിടെ അലി റളിയല്ലാഹുവിനോട് ഫാത്തിമ ബീവി പറഞ്ഞു, നമ്മളെ പൈസ ഭക്ഷണത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു അങ്ങാടിയിൽ പോയി നല്ല ഭക്ഷണത്തിൻ്റെ സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുന്ന് ആടിനെ അറുത്ത് അതിൻ്റെ അതുപോലെ തന്നെ വേണ്ടപ്പെട്ട അന്നത്തെ നല്ല വിഭവം ഒരുക്കി അങ്ങനെ അടുക്കളയിൽ നിന്ന് വിഭവം ഇത് ഒരുക്കിക്കൊണ്ടിരിക്കും. കാലങ്ങൾക്ക് ശേഷം അടുപ്പിൽ അങ്ങനെ ഒരു നല്ലൊരു വിഭവം ഒരുക്കുകയാണ്. ഇതൊരുക്കുമ്പോൾ ഇതിൻ്റെ ഗന്ധം പുറത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ ഈ ഗന്ധം വന്നപ്പോൾ പാവപ്പെട്ട ആളുകൾ അങ്ങനെ ഭക്ഷണത്തിനോട് വല്ലാത്ത അതിയായ ആഗ്രഹമുണ്ടായിരിക്കെ അലി റളിയല്ലാഹുവിന്റെ വീടിന്റെ വാതിൽക്കൽ വന്ന് മിസ്കീനുകളും യത്തീമുകളും അതുപോലെ തന്നെ അസീറ ജയിൽമോചിതരും മിസ്കീനുകളും യത്തീമുകളും വന്ന് വാതിൽ മുട്ടിക്കൊണ്ട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ഇവിടെ എന്തോ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ ഫീലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കയറിയിരിക്കാൻ പറഞ്ഞു. അവരെല്ലാവരും ഇരുത്തി ഭക്ഷണം നൽകുകയുണ്ടായി. ഭക്ഷണം നൽകി ഇത് വിളമ്പിയപ്പോൾ അവസാനം ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം തികഞ്ഞില്ല. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും തൻ്റെ പാത്രത്തിൽ സാധാരണ ചെയ്യുന്നത് പോലെ റൊട്ടി വെള്ളത്തിൽ മുക്കി കഴിക്കുകയാണ്. തൻ്റെ ഭാഗത്തിരിക്കുന്ന വിളക്കൂതിക്കൊണ്ട് ആ ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണത്തിനോട് അതിയായ മോഹമുണ്ടായിരിക്കെ എന്നിട്ട് മിസ്കീനം വയത്തീമം വസീറ, മിസ്കീനുകൾക്കും യത്തീമുകൾക്കും കൊടുക്കുന്നു. അതുകൊണ്ട് തന്നേക്കാൾ വലുത് മറ്റുള്ളവരാണെന്ന് ശീലിപ്പിച്ച റമദാൻ വിശുദ്ധ ഖുർആൻ അതിനെ തന്നെ വീണ്ടും പറയുന്നു. ഈ സന്തോഷം അവർ പങ്കുവെക്കുകയാണ് ഭക്ഷണം കഴിച്ചപ്പോൾ. അപ്പോൾ അതിന് മറുപടി പറഞ്ഞു, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, ഞങ്ങൾ ഭക്ഷിപ്പിച്ചത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഈ വജ്ഹിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഈ ഒരു മാസക്കാലം നമ്മൾ അനുഷ്ഠിച്ചത്, നമ്മൾ പ്രവർത്തിച്ചത്. അതിലായിരിക്കണം നമ്മളുടെ ശ്രദ്ധയുണ്ടാവേണ്ടത്. തൻ്റെ റബ്ബിന്റെ മുന്നിൽ നാളെ പരലോകത്ത് മരണാനന്തരം നോമ്പുകാരെ സ്വീകരിക്കുന്ന ഒരു കവാടമുണ്ട്. റയ്യാൻ എന്ന കവാടത്തിലൂടെ സഞ്ചരിക്കുവാൻ നമ്മുടെ ആത്മാവ് അതിനെ പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പരിശുദ്ധ റമദാനിന്റെ എല്ലാ പവിത്രതയും അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ഉത്തമരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം അനുഭവിക്കുന്നവരാണ് നമ്മൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രയാസങ്ങളാണ്, നമ്മളെ കരയിപ്പിക്കുന്ന വാർത്തകളാണ് ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നൽകിയ അനുഗ്രഹം എന്നുള്ളത്, ഈ അനുഗ്രഹം നൽകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മറക്കുക എന്നുള്ളത് വലിയൊരു അക്രമമാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇത് ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത് ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഖുർആൻ അത് പറയുന്നുണ്ട്, വലഖദ് ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവരെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തും മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അർത്ഥത്തിൽ അതിൽ നിന്ന് അള്ളാഹു നമുക്ക് സുരക്ഷിതത്വം നൽകിയതിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ എത്ര കണ്ട് സുജൂദ് ചെയ്താലും നമുക്ക് മതി വരില്ല, അത്രത്തോളം അനുഗ്രഹത്തിലാണ്. അതുകൊണ്ട് നമ്മളും ഒരു പക്ഷേ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ വിഷയത്തിൽ
പല ഭാഗത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാണുമ്പോൾ ഒരിക്കലും വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യരുത്. അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉത്തമർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ആ സത്യവിശ്വാസത്തിന്റെ പാതയിലേക്ക് പൂർണ്ണമായും അല്ലാഹുവിലേക്ക്, അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം ഈ മുസല്ലയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ അക്ബർ അല്ലാഹുവാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിലും വലുത് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രഖ്യാപനം മാത്രമല്ല ജീവിതത്തിന്റെ സകലമാന പ്രവർത്തനങ്ങളിലേക്കും അത് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം എങ്ങനെ ഭംഗിയാക്കാൻ നമ്മൾ ശ്രമിച്ചുവോ തീർച്ചയായും അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമ്പോൾ അത് നമുക്കൊരു ആനന്ദമായിട്ടാണ് കാണുക. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ പരീക്ഷണങ്ങളെ നമുക്ക് അത് ആനന്ദമായി കാണും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ത്യാഗമനുഷ്ഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, ആ ആത്മനിർവൃതിയാണ് തക്ബീറിലൂടെ ഈ മുസല്ലയിൽ നമ്മൾ പ്രകടിപ്പിച്ചത്. ഒരു മാസക്കാലത്തെ പ്രയാസങ്ങളും വിശപ്പും ദാഹവും ക്ഷീണവുമെല്ലാം നമുക്ക് ആനന്ദമായിരുന്നു. അത് ആനന്ദമാകുന്നത് അള്ളാഹുവിനോടുള്ള അടുപ്പം കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ അള്ളാഹുവിനോടുള്ള അടിയുറച്ച വിശ്വാസമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിസന്ധികൾ ഘട്ടങ്ങളിൽ നമ്മൾ പുറമെ നിന്ന് കാണുമ്പോൾ അത് വലിയൊരു പ്രശ്നമായി നമ്മൾ പർവ്വതീകരിക്കപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവർ ആത്മനിർവൃതി കൊള്ളുന്നവരാകും. ആ അർത്ഥത്തിൽ നമുക്ക് വിശ്വാസത്തെ മാറ്റുരയ്ക്കേണ്ടതുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളാണ് ജനങ്ങളിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കണം. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ആ അർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് കളങ്കം വരുത്താത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, നമ്മുടെ ആഘോഷങ്ങളിൽ ഏർപ്പെടുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമുക്ക് അനുഗ്രഹം ചൊരിയും. നമ്മുടെ വിശ്വാസം എത്ര കണ്ട് ശക്തിപ്പെടുന്നുവോ നമ്മുടെ പരീക്ഷണങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വിശ്വാസികളാണെങ്കിൽ, അവരുടെ വിശ്വാസം ശക്തമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള കരുത്ത് ഈമാൻ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ടാകും. തീർച്ചയായും നമുക്കും അങ്ങനെ ആ അർത്ഥത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കിട്ടുക തന്നെ ചെയ്യും. ഇതാണ് ഈദിന്റെ സന്ദേശമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ അത് പുതിയൊരു വഴിത്തിരിവിലേക്കാണ്, പ്രശ്നങ്ങളെല്ലാം പുതിയ വഴിത്തിരിവിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്താൽ നമ്മൾ മുന്നോട്ട് പോവുക. ആ അർത്ഥത്തിൽ നമ്മൾ ഇനിയുള്ള വരും കാലങ്ങളിൽ പരിശുദ്ധ റമദാനിൽ നേടിയെടുത്ത വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനായി തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പടച്ചതമ്പുരാനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സത്യവിശ്വാസികളുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് മുസ്ലിം ഉമ്മത്തിനെ മുസ്ലിം ഉമ്മത്തിന്റെ സമാധാനവും വിജയവും പ്രദാനം ചെയ്യുന്ന തമ്പുരാനെ, പടച്ചതമ്പുരാനെ, നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും പൊറുത്തു മാപ്പാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പോകുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അല്ലാഹുവേ പ്രദാനം ചെയ്യുന്ന തമ്പുരാനെ, പടച്ചതമ്പുരാനെ, മുസ്ലിമായി എന്നതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ ജയിലിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈമാനിനെ നൽകിക്കൊണ്ട് അവർക്ക് വിജയം പ്രദാനം ചെയ്യുന്ന തമ്പുരാനെ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ വഅദിൽ നിഫാഖ വൽ മുനാഫിഖീൻ വഅദിൽ الكفر والكافرين. اللهم انصر المسلمين في كل مكان. اللهم انصر المجاهدين في فلسطين يا رب العالمين. اللهم انصر إخواننا المستضعفين في غزة يا الله يا أرحم الراحمين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا صالحات أعمالنا يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.